കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്ത് ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും നിഗൂഢതയുടെ 20-ാം മണിക്കൂറിലേക്ക്. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആയുള്ളൂ. അർച്ചന എന്തിന് സ്വയം ജീവൻ ഒടുക്കി? എന്താണ് ഭർതൃഗൃഹത്തിൽ അർച്ചനയ്ക്ക് സംഭവിച്ചത്? ഭർതൃവീട്ടിലെ പീഡനത്തിന് ഇരയാണോ അർച്ചന? ഈ പീഡന പരമ്പരകൾക്ക് ഒരവസാനമില്ലേ? തൃശൂർ വരന്തപ്പള്ളിയിലെ അർച്ചനയുടെ ആത്മഹത്യ ഉയർത്തുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. ഷാരോണിനെ പ്രണയിച്ചാണ് അർച്ചന വിവാഹം കഴിച്ചത്. ഭർത്താവിന്റെ വീടായ തൃശൂർ വരന്തപ്പള്ളിയിലാണ് അർച്ചനയും കുടുംബവും താമസം. ഇന്നലെ വൈകിട്ട് അർച്ചനയുടെ മൃതദേഹത്തെ സമീപത്തെ കാനയിലാണ് കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് തീ കൊളുത്തി പുറത്തേക്കോടി. മരണവെപ്രാളത്തിൽ അർച്ചന കാനയിൽ വീണു. ഏറെ വേദനിപ്പിക്കുന്നത് മരിക്കുമ്പോൾ അർച്ചന ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരമാണ്. ലോകം കാണാത്ത ആ ഗർഭസ്ഥ ശിശു കൂടി വെന്തു മരിച്ചു. ഇതിനായിരുന്നു ആ യുവതിയെ അയാൾ പ്രണയിച്ച് മോഹിപ്പിച്ച് വിവാഹം കഴിച്ചത്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷിച്ച് ജീവിക്കാം എന്ന് കരുതി ആ പെൺകുട്ടി അയാളെ താലി ചാർത്തിയത് ഇതിനായിരുന്നു. അർച്ചനയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് ഇപ്പോൾ ഷാരോണിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷാരോണിനെ കുറിച്ച് മാത്രമല്ല, ഷാരോണിന്റെ അമ്മയ്ക്കെതിരെയും ഇപ്പോൾ അർച്ചനയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. അമ്മയ്ക്കെതിരെയും കേസുണ്ട്. നിലവിൽ ഷാരോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗാർഹിക പീഡനത്തിനും ഒപ്പം സ്ത്രീധന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിരന്തരം ഗാർഹിക പീഡനം നേരിട്ടിരുന്നു അർച്ചന എന്നാണ് അർച്ചനയുടെ ബന്ധുക്കൾ പറയുന്നത്. അർച്ചനയുടെ സഹോദരിയുടെ വാക്കുകൾ കേൾക്കാം. അവളെ തല്ലി എന്നുള്ളത് അറിഞ്ഞിട്ടാണ് അത് ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിന്റെ സെക്യൂരിറ്റി ചേർന്നാണ്. അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അവളായിട്ട് എനിക്ക് സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവന്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല. ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവനോട് പറയുകയും കൂടി ചെയ്തത്. അവളെ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇന്ന് നല്ല ഭാവി ഉണ്ടായിരുന്നാണ് അറിയാം. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ കൊടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിൽ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഉപദ്രവിച്ചുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവളെ വല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളാണ് അർച്ചനയുടെ സഹോദരിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അർച്ചനയുടെ അച്ഛന്റെ വാക്കുകളും എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്, എല്ലാവരുടെയും കരളലിയിപ്പിക്കുന്നതുമാണ്. ഭർത്താവ് എപ്പോഴും മകളെ ഉപദ്രവിക്കുമെന്നാണ് ആ അച്ഛൻ പറഞ്ഞത്. എത്രമാത്രം സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും ഒരുപാട് പ്രതീക്ഷയോടും കൂടിയായിരിക്കുമല്ലേ ആ അച്ഛൻ ആ മകളെ പഠിപ്പിച്ച് വലുതാക്കിയത്. അവസാനം ഇത്തരത്തിലൊരു വാർത്ത ലോകത്ത് മക്കളെ ഇഷ്ടപ്പെടുന്ന, മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും ഒരമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ്. അച്ഛന്റെ വാക്കുകളിലേക്ക്. നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന.
അത്രയും ക്രൂര മനസ്സാവില്ല. രണ്ടും ഞാൻ പറയാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നമ്മളെ മക്കൾ നമ്മുടെ കൂടെ കാരണം സ്വന്തം ഇഷ്ടത്തിന് ഷാരൂണിനൊപ്പം പോയതാണ് അർച്ചന. ഷാരൂണിന് അത്ര നല്ല സ്വഭാവമല്ല എന്ന് തുടക്കത്തിലെ മാതാപിതാക്കൾ പറഞ്ഞതാണ്. പക്ഷേ പ്രണയമായിരുന്നല്ലോ അവിടെ പ്രധാനം. വീടിനടുത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഷാരൂണും അർച്ചനയും തമ്മിലുള്ള പ്രണയം തുടങ്ങിയത്. പഠിക്കാൻ പോകുന്നതിനിടെയാണ് ഷാരൂണിനൊപ്പം അർച്ചന പോയത്. വിവാഹം കഴിഞ്ഞതോടെ പിന്നീട് അങ്ങോട്ട് പീഡനമായി. നിരന്തരമുള്ള ഗാർഹിക പീഡനം. സ്ത്രീധനം ആവശ്യപ്പെട്ട് പോലും മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരികെ വരാൻ മകളോട് പല കുറി പറഞ്ഞു എന്നാണ് അച്ഛൻ ഹരിദാസ് പറയുന്നത്. പക്ഷേ മകളാവട്ടെ അർച്ചനയാവട്ടെ ഭർത്താവിനൊപ്പം ആ പീഡനം സഹിച്ച് വീട്ടിൽ തുടർന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ ആ പെൺകുട്ടി തന്റെ 20ാമത്തെ വയസ്സിൽ ഗർഭസ്ഥ ശിശുവിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഷാരൂണിനെ കുറിച്ച് പോലീസ് വിവരങ്ങൾ എടുത്തു. ആ വിവരങ്ങളിൽ ഇയാൾ കഞ്ചാവ് കേസിൽ അടക്കം പ്രതിയാണെന്നുള്ള വിവരമുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു ഷാരൂൺ. കൊന്നതാണെന്ന് സംശയമുണ്ടെന്നാണ് ഇപ്പോൾ അർച്ചനയുടെ മാതാപിതാക്കൾ പറയുന്നത്. ഈ പേരുകൾ എവിടെ അവസാനിക്കും? നമുക്ക് മുൻപിൽ ഒരുപാട് പേരുകളുണ്ട്. ഉത്രയുണ്ട്, വിസ്മയുണ്ട്, ചിത്രയുണ്ട്, അർച്ചനയുണ്ട്, ഇപ്പോഴിതാ വിഭജികയും അതുല്യയുമുണ്ട്. ഈ പേരുകൾ ഇങ്ങനെ നീളുകയാണോ? ഇതിന് ഒരവസാനമില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനമായി 24 അവർ ഉന്നയിക്കുന്ന ചോദ്യം. സ്വാർത്ഥ ബന്ധങ്ങളുടെ വാരിക്കുഴിയിൽ വീണു പോകുന്ന പെൺജീവിതങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അത്തരം വാർത്തകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോ തവണയും ആവർത്തിക്കുന്നതാണ്. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ അർച്ചനമാർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചില കാര്യമുണ്ട്, പലപ്പോഴും കേൾക്കുന്ന പദപ്രയോഗമാണ്, നമ്മുടെയൊക്കെ വീടുകളിൽ കേൾക്കുന്നുണ്ടാകും. മകളെ കെട്ടിച്ചു വിട്ടു, കെട്ടിച്ചങ്ങ് അയച്ചു. ആ പദപ്രയോഗം തന്നെ എത്രമാത്രം തെറ്റാണ് എന്ന് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വീട്ടുകാരടക്കം നാട്ടുകാരടക്കം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കെട്ടിച്ചങ്ങ് വിടണ്ട, കെട്ടിച്ചങ്ങ് അയക്കേണ്ട. നമ്മുടെ പെൺമക്കളാണ്, അവരെ ചേർത്തങ്ങ് പിടിച്ചാൽ മതി. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത കാമവെറിയന്മാർ, കഴുകൻ കണ്ണുമായി പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെപ്പോലും പിച്ചി ചീന്തുന്ന ഇവന്മാരെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. മനസാക്ഷിയുള്ള ഏതൊരാൾക്കും കേട്ടാൽ അറയ്ക്കുന്ന വാർത്ത. ചെരുപ്പെടുത്ത് മുഖമടച്ചൊന്ന് കൊടുക്കണം എന്ന് പോലും തോന്നിപ്പോകുന്ന വാർത്ത. പറഞ്ഞു വരുന്നത് ഇന്ന് സംഭവിച്ച കൊല്ലത്ത് 5 വയസ്സുകാരിയെ 53കാരൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്തയിലേക്കാണ്. ഈ സംഭവം നടന്നത് മറ്റെവിടെയുമല്ല, കൊല്ലം കുണ്ടറയിലാണ്. പോക്സോ കേസിൽ അറസ്റ്റിലായത് 53കാരനായ പെരുമ്പുഴ ചിറക്കരോട്ട് വീട്ടിൽ പുഷ്പാങ്കദനാണ്. കുട്ടിയുടെ വീടുമായി ഈ പ്രതിക്ക് വളരെ നല്ല അടുപ്പമാണുള്ളത്. വീട്ടിലെ പതിവ് സന്ദർശകനാണിയാൾ, അയൽവാസിയാണിയാൾ. വീട്ടുകാർക്ക് വളരെയധികം വിശ്വാസമുള്ളയാൾ. ആ വിശ്വാസം പക്ഷേ ആ കാമവെറിയൻ മുതലെടുക്കുകയായിരുന്നു. വീട്ടിൽ ആളില്ലാതിരുന്ന സമയം നോക്കി കുട്ടിയെ പീഡനത്തിനിരയാക്കി.
പ്രേക്ഷകർ ഇപ്പോൾ വളരെ വ്യക്തമായി കണ്ടില്ലേ, ഇയാൾ തന്നെയാണ് ആ 53-കാരനായ പ്രതി. ഇയാൾക്കാണ് പിഞ്ചു കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഈ പീഡകന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ കുഞ്ഞ് 5 വയസ്സുകാരിയാണ് എന്നോർക്കണം. അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം പിഞ്ചു കുഞ്ഞാണ്. പക്ഷേ ആ കുഞ്ഞിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടു. കുഞ്ഞ് തന്റെ അമ്മയോട് വിവരം പറഞ്ഞു. അതിനുശേഷമാണ് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. നിലവിൽ ഈ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. മാതാപിതാക്കൾക്കൊപ്പമിരുത്തി ആ 5 വയസ്സുകാരിയോടും ചോദിച്ചുകൊണ്ടായിരുന്നു, ആ 5 വയസ്സുകാരുടെ മൊഴി കൂടി എടുത്തതിന് ശേഷമായിരുന്നു ഇയാളെ പോലീസ് അങ്ങ് പൂട്ടിയത്. ഈ പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മളെല്ലാ മാതാപിതാക്കളും. അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള കാമ കണ്ണുള്ളവരുടെ മുന്നിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്, അവരെ മാറ്റി നിർത്തേണ്ടത്, അവരെ ചേർത്ത് പിടിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ആരെയും വിശ്വസിക്കാനാവാത്ത കാലമെന്ന് എടുത്തു പറയേണ്ട സാഹചര്യം തന്നെയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ തോന്നിയത് 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിൽ ഫഹദ് ഫാസിലിന് സംഭവിച്ചത് തന്നെയാണ് ഇയാൾക്കും സംഭവിക്കേണ്ടതെന്ന് പലർക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാകുമല്ലേ? അങ്ങനെ തോന്നിയാലും ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. തിരുവനന്തപുരം മാര്യങ്കോട് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട കാപ്പ കേസ് പ്രതി പിടിയിൽ. ആരാണ് കൈലി കിരൺ? ആരാണ് കൈലി കിരൺ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൈലി കിരൺ. കാപ്പ കേസ് പ്രതിയാണ് ഇയാൾ. കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് തന്നെ ഇയാളെ പോലീസ് നാട് കടത്തിയിരുന്നു. നാട് കടത്തൽ ഉത്തരവ് ലംഘിച്ച് ഇയാൾ വീണ്ടും ഇയാളുടെ വീട്ടിലെത്തി. ഇതറിഞ്ഞ പോലീസ് കൈലിയെ തിരഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. പിടികൂടാനെത്തിയ പോലീസിനെ ഇയാൾ ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചു. ആക്രമണം ചെറുക്കവേ ആര്യങ്കോട് SHO കൈലിക്ക് നേരെ വെടിവെച്ചെങ്കിലും കൈലി രക്ഷപ്പെട്ടോടുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച പ്രതി രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ 10:30-ഓടെ. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം ന്യൂസ് 8-ന് ലഭിച്ചു. നേരെ ആ ദൃശ്യങ്ങളിലേക്ക്.
ഒരു സമൻസേ ഉള്ളൂ. ഒന്ന് ചെയ്യട്ടെ. നിന്നെ അടിക്കൂല, നിന്നെ ആരാ അടിക്കണേ? വെറുതെ ഒപ്പിടാൻ വേണ്ടി കത്തി നമ്മൾ നിനക്കൊരു സമൻസേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞു ഇത്ര നേരം. കാട്ടാക്കടയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പോലീസിനെ വെട്ടിച്ചോടിയ പ്രതിയെ ഓടിച്ചിട്ട് തന്നെ പിടിച്ചു കേരള പോലീസ്. അതിന് ഒരു കയ്യടി കൊടുത്തേ മതിയാകുകയുള്ളൂ. ഈ പ്രതി പറഞ്ഞത് അഭിഭാഷകനെ കാണാൻ പോവുകയായിരുന്നു എന്നാണ്. അഭിഭാഷകനെ കാണാൻ പോകുന്നതിനിടയിലാണ് ഇയാളെ, ഈ കൈലി കിരണിനെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചത്. ഓടിച്ചിട്ട് പിടിച്ച് സ്റ്റേഷനിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് കാണാം. പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതിനുമൊപ്പം കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിനുമാണ് കൈലി കിരണിനെതിരെ പുതിയ കേസ് പോലീസ് എടുത്തത്. കൈലി എന്തായാലും നല്ല ഉറപ്പുള്ള പൂട്ടിട്ട് പൂട്ടി കഴിഞ്ഞു കേരള പോലീസ്. നമുക്ക് മറ്റ് കുറ്റകൃത്യങ്ങളുടെ വാർത്തകളിലേക്ക് വളരെ വേഗം എത്താം. ചെറിയൊരു ഇടവേള. ഇവിടെ ഇന്നാട്ടിൽ മോട്ടോർ വാഹന നിയമങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെയെങ്ങും ഒരു ഉദ്യോഗസ്ഥനുമില്ലേ? മദ്യപിച്ച് ലക്കുകെട്ട് സ്വകാര്യ വാഹനം ഓടിച്ച്, അതും അന്തർ സംസ്ഥാന ബസ് ഓടിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഡ്രൈവർ. കോഴിക്കോട് നിന്ന് ബംഗളൂരു വഴി ചെന്നൈയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലാണ് ഈ അഴിഞ്ഞാട്ടം നടന്നത്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടുന്ന ഭാരതി ബസ്സാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത്. ഡ്രൈവറും ക്ലീനറും
പൂർണ്ണമായി മദ്യപിച്ച് ലക്ക് കിട്ടിയിരിക്കുകയായിരുന്നു. യാത്രക്കാർ ചോദ്യം ചെയ്യുകയും ദൃശ്യം പകർത്തുകയും ചെയ്തു. എല്ലാവരെയും വാഹനമിടിപ്പിച്ച് കൊല്ലുമെന്നായിരുന്നു അപ്പോൾ ഡ്രൈവറുടെ ഭീഷണി. നമ്മുടെ സേഫ്റ്റിയാണ് ബ്രോ. ಅವ್ರನ್ನ ಕೂಡ ಸರ್ ಇಲ್ಲಿ ಹೇಳ್ತೀನಿಲ್ಲ തന്നെ എടുക്കില്ല. അടുത്ത സ്റ്റോപ്പിൽ പോലീസ് കൂപ്പിടല ചെക്ക് பண்ணுங்க. ടൈം ഇருக்கு, ഞാൻ അറേഞ്ച് பண்ணலாம். ഒരു മിനിറ്റ്. ഡ്രൈവറും ക്ലീനറും അസ്വാഭാവികമായി സംസാരിക്കുന്നത്, പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു യാത്രക്കാർ ഈ സംഭവം ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിട്ടുണ്ട് എന്ന് യാത്രക്കാർക്ക് മനസ്സിലായത്. ചോദ്യം ചെയ്തപ്പോൾ ആവട്ടെ എല്ലാവരെയും വാഹനമിടിപ്പിച്ച് കൊല്ലുമെന്നുള്ള ഭീഷണിയും. പിന്നീട് നടന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ടോൾ പ്ലാസയിൽ വാഹനം നിർത്തിയപ്പോൾ മദ്യക്കുപ്പിയുമായി ഡ്രൈവർ അങ്ങിറങ്ങി ഓടി. ഈ സമയം അത്രയും മദ്യപിച്ച് ലെക്കുകെട്ട് ഒരു ബോധവുമില്ലാതെ ബസ്സിൽ തന്നെ കിടക്കുകയായിരുന്നു ക്ലീനർ എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ സംഭവങ്ങളൊന്നും ആ കിടക്കുന്ന ക്ലീനർ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനുള്ള ബോധം അയാൾക്കില്ലായിരുന്നു. ദൃശ്യങ്ങൾ യാത്രക്കാർ പുറത്തുവിട്ടിട്ടും ഏറെ ശ്രദ്ധേയമായ കാര്യം, ഈ ബസ്സുടമയ്ക്ക്, ഈ ഭാരതി ബസ്സുടമയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഒരു യാത്രക്കാരനടക്കം വിശദമായി പറയുന്നുമുണ്ട്. ഈ ബസ്സിനെ കുറിച്ച് പരാതി നൽകിയിട്ടും ബസ്സുടമയ്ക്ക് കുലുക്കമില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതിനപ്പുറത്തേക്ക് പിറ്റേ ദിവസം, അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്, ഇന്ന് ഇതേ ഡ്രൈവറും ഇതേ ക്ലീനറും ഈ ബസ് വീണ്ടും ഓടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തൊരു ധാർഷ്ട്യമാണ് അവിടെ കാണിച്ചത് എന്നതാണ് നോക്കേണ്ടത്. ഡ്രൈവറുടെ അനാസ്ഥയിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉള്ള തോന്നിവാസ്യങ്ങൾ ഇവിടെ നടക്കുന്നത്. മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം സംഭവങ്ങൾക്ക് നടപടിയെടുത്തേ മതിയാകുകയുള്ളൂ. സാധാരണക്കാരുടെ ജീവന് വിലയുണ്ട്. അത് പന്താടാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. ഡ്രൈവറുടെ തോന്നിവാസം കയ്യോടെ പിടിച്ച യാത്രക്കാർക്കും നമുക്കൊരു കയ്യടി കൊടുക്കാം. ഒപ്പം ഇത്തരത്തിലുള്ള ദീർഘദൂര യാത്രകൾക്ക് ശ്രദ്ധിക്കേണ്ടവർ, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്. ഇത്തരത്തിലുള്ള ദീർഘദൂര യാത്രകൾ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ കൂടുതലും റേറ്റിംഗുകൾ നോക്കിയിട്ട് തന്നെ വേണം ഇത്തരത്തിലുള്ള ബസ്സുകൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാവേണ്ടത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൂടാ. യാത്രക്കാരുടെ ജീവന് വിലയുണ്ട്. ഒരാളുടെയും തോന്നിവാസത്തിന് നമ്മുടെ ഒന്നും ജീവൻ ബലി കഴിക്കാൻ അനുവദിച്ചുകൂടാ. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ 20th അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.